വെൽക്കം ബാക്ക് ചെയ്യുന്ന ഷർഫാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ സമയം രാവിലെ ഏകദേശം 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളെ നാട്ടിൽ 40 വർഷമായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു ടീമുണ്ട്. ആ കളി ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്തായിരുന്നു കോർട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഫുള്ള് പുല്ലായി. പിന്നെ അതേപോലെ ഇവിടെ മഴ പെയ്താൽ വെള്ളം നിൽക്കുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ആകുമ്പം അപ്പോൾ മഴക്കാലത്ത് കോർട്ട് ചിലപ്പം വേറെ എങ്ങോട്ടെങ്കിലൊക്കെ മാറും. അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ ആയിട്ടാണ് കളി നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കളി നമ്മൾ ഈ ഗ്രൗണ്ടിൽ മാറ്റിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മദ്രസ. ഇവിടെ നിന്നുള്ള ഫാത്തിയും സലാത്തും ദിക്റൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളൊന്നും കളിക്കല്. ഫസ്റ്റത്തെ കളി അവിടെ ആയിരുന്നു. പിന്നെ ഇവിടെ ഇടയ്ക്ക് കളിക്കാറുണ്ട്. ഇതിൻ്റെ പുറമെ വല്ലാണ്ട് മഴയുള്ള സമയത്ത് കുറേ കാലം മുന്നേ ഇവിടെയും കളിച്ചിട്ടുണ്ട്. ഈ മദ്രസൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളും ഈ കളിക്കാൻ വേണ്ടി വരലുണ്ട്. ഏകദേശം 6ാം ക്ലാസ് മുതലേ ഞാൻ കളിക്കാൻ തുടങ്ങിയാണ്. അന്ന് ഈ വീടിൻ്റെ നേരെ തൊട്ട് മുന്നിലേ കളി. അവിടെ ആരെങ്കിലും ഒരാൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നെ വിളിച്ച് കയറ്റും. ലീവിന് വരുന്ന പ്രവാസികളായിരിക്കും അധികം കളിക്കാൻ ഉണ്ടാവില്ല. എന്നാലും കളി ഇവിടുന്ന് വല്ലാണ്ട് മുടങ്ങലില്ല. മുടങ്ങാൻ മീൻസ് ചെറിയ രീതിയിലൊക്കെ അങ്ങനെ കുറച്ച് നിർത്തി വെക്കും മഴ ആകുമ്പം. അല്ലാണ്ട് ഇതുവരെ കണ്ടിന്യൂ ആയിട്ട് ഇതുവരെ മുടങ്ങിയിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതേപോലെ ഇത്രയും കൊല്ലമായിട്ട് കളിക്കണം എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടോ? ആവേശം കൊണ്ട് കുറച്ചങ്ങോട്ട് കളിക്കും, പിന്നെ നിർത്തി വെക്കും. അങ്ങനെയാണ് പൊതുവെ എല്ലായിടത്തും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ 40 വർഷം ഇങ്ങനെയൊക്കെ കളിക്കുമ്പോഴുള്ള മെച്ചങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രാവിലെ തന്നെ നല്ലോണം ഫ്രഷ് ആവാം, മൈൻഡ് ഫ്രീ ആവാൻ പറ്റും. പിന്നെ നല്ലൊരു ഹാപ്പിനെസ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം, ഇതൊക്കെ നമുക്ക് രാവിലെ തന്നെ നമുക്ക് പോസിറ്റീവ് ഒരുപാട് തരുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് നല്ല അടിപൊളി വൈബായിരിക്കും. വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള 4 ആൾക്കാരുകൾ കൂടുന്നുണ്ടോ അവരെ കൂട്ടിയിട്ട് ഇതേപോലെ ഷട്ടിലോ വോളിബോളോ അങ്ങനെ എന്തെങ്കിലും കളിക്കാൻ നോക്കി. വോളിബോളൊക്കെ ഇതിനേക്കാളും ഭയങ്കര ഹാപ്പിനെസ് തരുന്ന കളിയാണ്. അത് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടാണ് ആ കളി കളിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതിലിപ്പോൾ ശരിക്കും 4 ആൾക്കാർക്കല്ലേ കളിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ വന്ന് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഓരോരുത്തർ കളി കഴിഞ്ഞ് അങ്ങനെ കയറിയിട്ട് അടുത്ത ആൾക്കാർക്ക് അവസരം കൊടുക്കുകയാണ്. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് രാവിലെ തന്നെ നല്ലോണം എക്സസൈസ് ചെയ്യുക, വാമപ്പ് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, പോസിറ്റീവുകൾ മാത്രമുള്ള ഈ രാവിലത്തെ കളിക്ക്. അപ്പോൾ 4 ആൾക്കാർ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ കൂടിച്ചേർന്ന് കളി തുടങ്ങിക്കോളി മക്കളെ. എത്ര കൊല്ലമായിട്ടുണ്ടാവും എന്ന് ചോദിച്ചിട്ട് ആപ്പാക്കിന് ഓർമ്മില്ല. അപ്പോൾ ഗൾഫ് പോകേണ്ടതിന് മുന്നേ കളി തുടങ്ങിക്കണമല്ലോ. അതായത് ആപ്പൊക്കെ പഠിക്കണ സമയത്തിന്, സ്കൂളിൽ പഠിക്കണ ആ കാലത്തിന് ഇവിടെ കളി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വിശ്വസിക്കാൻ വയ്യ. കാരണം നമ്മളൊക്കെ മൈൻഡിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെയാണ്, എനിക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതലാണ് ഇവിടെ കളി തുടങ്ങിയത്. പക്ഷേ ആപ്പാൻ്റെ ചെറുപ്പകാലത്ത് നിന്നൊക്കെ പറയുമ്പം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ആപ്പ കളിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോഴും കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആപ്പാൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ കളിച്ചിരുന്നു. അവരൊക്കെ ഓരോ ശാരീരിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് റിട്ടയർഡ് ആയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ റിട്ടയർഡ് അനുസരിച്ച് പുതിയ ആൾക്കാർ നമ്മളെ ഈ കോർട്ടിനും വേണ്ടി അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. 89 നിങ്ങൾ തുടങ്ങിയതേ? അപ്പൊ അതിന്റെ മുന്നേ വേറെ ടീമാരെയും കളിണ്ടോ? അതിന്റെ മുന്നേ ഇവിടെ ഇല്ല. പിന്നെ അപ്പുറത്തുണ്ട് ഓരോരുത്തരും. ഞാനും ഹൈദർ മാസ്റ്റർ അഷറഫും സലാമുമാണ് ഫസ്റ്റ് ഇവിടെ തുടങ്ങി. ആ മൂലക്കര കളിച്ചില്ലേ. പിന്നെ ഇല്ല, അമീർ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വന്നു. വേറെ കളി ഉണ്ടേനോ? നമ്മളിവിടെ മാത്രമുള്ള ഒരു കളി ഏരിയയില് ഗ്രൗണ്ട് കഴിഞ്ഞാണ് നമ്മൾ താഴത്ത് പോയി. താഴത്ത് നമ്മൾ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ കാലം കല്യാണത്തിലാണ് കളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ ഇവിടെ തുടങ്ങിയിട്ട് നിർത്തിയത്. ഈ ക്വാർട്ടർ ഉദ്ഘാടനം കഴിച്ചത് ഞാനാണ്. എൻ്റെ അന്ന് BBC വരെയൊക്കെ അറിഞ്ഞെന്നാ പറഞ്ഞത്. 1.5 വർഷമായി. ഇപ്പൊ കുറെ കുട്ടികളെ നമ്മളെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ കുരുക്കൾ മുത്തു പ്രധാന ശിഷ്യന്. വാ ഒന്ന് പറഞ്ഞാണ്, എത്ര കൊല്ലം ഇവിടെ കളി തുടങ്ങിയിട്ട്? ഏകദേശം പറഞ്ഞേ 2-ല് 4-ല് 2 തോൽപ്പിച്ച് ഹൈദരാബാദ്, 4 തോൽപ്പിച്ച് ഹൈദരാബാദ്, 9 തോറ്റിന്റെ കുറ്റങ്ങളും. ഞാൻ 8 ചെന്നപ്പോ ഒമ്പതിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ 9 ചെന്നപ്പോ ഒമ്പതിലുണ്ട്. ഞാൻ 10 ചെന്നപ്പോൾ ജയിച്ചത്. ഞാൻ ജയിച്ച ബാഡ്മിന്റണിൽ എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതിൽ നമ്മൾ വാർത്തകൾ. പക്ഷേ കോൺക്രീറ്റ് ചില തകരാറുകളൊന്നും
അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് മുജീബ് കാണിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വോളിബോൾ വൈകിട്ട് കളിക്കും. കളിച്ചോണ്ട് കിട്ടിയ മെച്ചം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ചങ്ങായിമാരെ കിട്ടി. അതായത് നല്ല ചങ്ങായിമാരെന്ന് പറഞ്ഞാൽ ഇന്നും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അതെ, അതാണ് സത്യത്തിൽ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്ലസ്. നമ്മളൊരു കോർഡിനേഷൻ എന്നതിനുപരി നമ്മൾ രാവിലെ ഒന്ന് എല്ലാവരും കൂടും. പിന്നെ കുറെ ആൾക്കാരെ ഇറച്ചിന്തലാണ് നമ്മളെ മെയിൻ ഭാഗമാണ്. അതിൽ ഹൈദരാബാദ് നമ്മൾ എടുത്തു പറയും. മൂപ്പര ചില നേരത്തെ വർത്താനം ഒരു 1.5 വർത്താനം വർഷം കൊണ്ട് ഞാൻ 89 SSLC ചെയ്തുമ്പോഴാണ് എന്റെ ഫസ്റ്റ് കളി ഇവിടെ തുടങ്ങിയത്. 89-ലോ? അന്ന് ഇല്ലല്ല ടെന്നീസ് ബോൾ എന്നിട്ട് അത് അടിച്ച കുറെ ലോങ് പോകും. എന്നിട്ട് അതിർത്തുണ്ടാകുമ്പോ കുറെ കുട്ടികളുണ്ടാവും. അതില് പെട്ട ആളതിന് നമ്മളൊക്കെ അന്ന് നട്രാജിന്റെ ബാറ്റ് ഉണ്ടാവില്ലേ മരത്തിന്റെ. അല്ലാ, അതൊക്കെ ഞാൻ കളിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട് അഷറഫാക്ക. മെമ്മറി ഭയങ്കരമാണ്. ഇന്നിപ്പോ പുതിയ ചെക്കന്മാർക്ക് എന്ന് പറഞ്ഞാല് ഒരു വിചാരിക്കുമ്പോ തന്നെ എന്താണ് എല്ലാം കയ്യിലാണ്. അന്ന് നിങ്ങൾ ഇത്തരം തരണം ചെയ്ത് കണ്ട് ഈ കളി ഇത്തരം മുന്നോട്ട് കൊണ്ടുപോകില്ല സാമ്പത്തികമായിട്ടൊക്കെ. എങ്ങനെ നിങ്ങൾ തരണം ചെയ്ത് പോയി? 1-2 ആൾക്കാരെടുത്താണ് നമ്മളിത് വാങ്ങാണ്ട പൈസ ഉണ്ടായത്. തീർച്ചയായിട്ടും ആ ആൾക്കാരിൽ പെട്ട ഒരാളാണ് ഞാൻ. ബന്ധുവർത്താനം പറയല്ല, അല്ല അതങ്ങനെ തന്നെയാണ്. നമ്മളാണ് അതിന് ഒരു ഇൻവെസ്റ്റർ. കാരണം ചിലപ്പോ 4 ബാറ്റിന്റെ തന്നെ കാരണം കളിക്കാൻ ആളിങ്ങോട്ട് കൂട്ടും. അന്ന് അങ്ങനെ അന്ന് നിങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോഴേക്കും നമ്മൾ കളിയുള്ളൂ. അന്ന് ഇവിടെ ഒരുപാട് വലിയ വലിയ കളിക്കാർ പിന്നെ പ്രായമുള്ളവർ നമ്മളെ കളി കാണാൻ രാവിലെ വരും. അതിൽ മേലകത്ത് വിധി കുട്ടിയൊക്കെ ഉണ്ടാവും. ചെങ്ങായി ഇതിന്റെ അടുത്ത് പോയപ്പോ പറയണം, നിങ്ങളെ കണ്ടപ്പോ പറയണം അന്ന് നമ്മള് എത്ര മദർസ് നാട്ടുകൊണ്ട് മൂപ്പര കളി കണ്ടെന്ന് കാണും. കാരണം നിങ്ങളെ കളി കാണുമ്പോ തോന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ അടി കൊണ്ടിട്ട് വരാം. അതൊക്കെ എനിക്ക് ഓർമ്മ വരാം നിങ്ങളെ കണ്ടപ്പോ. പുതുതലമുറയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പുതുതലമുറയോട് വാശി കളിയിൽ മാത്രം, മറ്റുള്ള കാര്യത്തിൽ സൗഹൃദം മാത്രം. അതെ അതെ, കളം വിട്ടാ നമ്മൾ സൗഹൃദം. ബൈ ബൈ. अपना प्रधानमंत्री बोल रहे भाइयों बहनों ना മൊബൈലിന് അഡിക്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണിൽ മാത്രമേ അറിയുള്ളൂ. വേണ്ടാത്ത എല്ലാം നമ്മളെ കുട്ടികൾക്ക്, വേണ്ടതൊന്നും നമ്മളെ കുട്ടികൾക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ഇപ്പോഴത്തെ വലിയ ആൾക്കാർക്ക് വേറെ കുറെ അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ കുട്ടികളാകത്തെ പ്രശ്നം തന്നെയാണ് തടി ഇളകിയിട്ടുള്ളൊരു പണിക്ക് കിട്ടില്ല. അത് എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് ഉണ്ടാകുമ്പോൾ 4 ദിവസം ഒരു പന്തട്ടലും 4 ദിവസം ഒരു ക്രിക്കറ്റ് തട്ടലും പിന്നെ കഴിഞ്ഞാൽ ഒരു 4 ആളിരിക്കുമ്പോൾ സംസാരിക്കാത്ത കുട്ടികളാണ് ഇന്നത്തെ കാലം. അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംസാരശേഷി തീരില്ല. രണ്ടാമത്തെ വായന എന്ന് പറഞ്ഞ സാധനം കുട്ടികൾക്കില്ല, എഴുത്തില്ല. ഇന്നത്തെ കുട്ടികൾക്ക് മലയാളം 10ാം ക്ലാസ് പഠിച്ച എന്റെ മോളടക്കം മലയാളം പറയാനറിയെങ്കിലും കൂടി ശരിക്കും എഴുതാൻ അറിയാൻ വളരെ കുറവാണ്. ആര് വാങ്ങിത്തരും? നിലനിർത്തേണ്ട എന്താന്ന് പറഞ്ഞാൽ ആ ചെറുപ്പത്തിൽ മൂപ്പര് ഈ രാവിലെ വന്നിട്ട് കുറെ ചിരിച്ച് നമ്മള് മനസ്സ് ഫ്രീ ആക്കി കളിച്ച് പോകുന്നത് കൊണ്ടാണ് ഇത്രയും ചെറുപ്പം നിലനിർത്തേണ്ടത് മൂപ്പര്. പക്ഷെ ഇപ്പത്തെ യുവത്വം ഇതേമാർക്ക് ചെറുപ്പം നിലനിർത്താന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? രാവിലെ വന്ന് കുറെ പിന്നെ നേതാക്കന്മാരാന്നില്ല അന്ന് മുതലേ അത് കീപ്പ് ചെയ്യണം. അത് നിങ്ങളൊരു നമ്മള് അങ്ങനെ തന്നെ ഫാമിലിക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ എടുത്തു പറയേണ്ട മെയിൻ കാര്യമാണ്. നമ്മള് മൂപ്പര കളികൾ നമ്മൾ കണ്ട് രസിക്കായിരുന്നു. നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒരു 10-15 കൊല്ലമായിട്ടുള്ളൂ. മൂപ്പര ആരാധകനാണ് നമ്മൾ ഇത്ര കാലം. റോൾ മോഡൽ ആയിക്കുന്നതാണ്. അപ്പൊ തോറ്റ ടീം നമുക്ക് ഇന്ന് ചായ സ്പോൺസർ ചെയ്ത് ചായയും കടി ഉണ്ടാവില്ലേ? ആരോ വാങ്ങി തരുന്ന ആൾക്കാർ നിങ്ങളോ? വരുന്നേ ചായ വാങ്ങിക്കൊടുത്തിട്ട് തോറ്റ ടീം ഇതാ നമുക്ക് ചായ വാങ്ങി തരാൻ വേണ്ടി കൊണ്ടുപോവാണ്. തോറ്റ ആൾക്കാർ തന്നെയാണ് കേട്ടാ. അപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങള് ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ.
നമുക്കൊരു എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് തരുന്ന ഒരാളാണ്. അപ്പോൾ അത് മൂപ്പർക്ക് ഒരു ആദരവും കൂടിയാണ്. ഒരു ആദരിക്കലും തോറ്റ ടീമിന്റെ പാർട്ടിയും കൂടി. ഇത് അടുത്താണ്. എനിക്ക് ശേഷം ഒന്ന് നല്ലൊരു കളിക്കാരെന്ന് പറയാൻ പേരെടുത്ത് പറയപ്പെട്ട നല്ല കളിക്കാരൻ മിസ്റ്റർ സമൃദ്ധി. അതിനെങ്ങനെ പോകുമ്പോൾ ഒരാൾ പറഞ്ഞു മൂച്ചിങ്ങോട്ടാണ് കളി ഇവിടെ എത്തിയത്. ആ കളിന്റെ ശൈലി മാറിയെന്നാ പറയണ്ടേ. രാവിലെ മോർണിംഗ് ബാക്കിങ്ങിന് എടുക്കുന്ന ആൾക്കാർ ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങളെ കൽപ്പുറത്തിൽ 2 പ്രൊഫഷണൽ കളിക്കാരുണ്ട്. പിന്നെ അമീറും പിന്നെ എതിർമാ സ്റ്റേഷനും. അത് ഞങ്ങൾക്ക് സിമ്പിളാണ്. കാരണം അവർക്ക് തല്ലാനേ നേരം ഉണ്ടാവും. അവർക്ക് ബാറ്റോണ്ടാ മറുപടി. പിന്നെ ഇടക്കാലങ്ങളിൽ നമ്മളെ അത് ഇഷ്ടപ്പെട്ട കളിക്കാരാണ്. എടുത്ത് പറയാം. കാരണം മൂപ്പരനെക്കാട്ടും സീരിയസ് ആണ്. പക്ഷെ മൂപ്പരാണ് എനിക്ക് തുറണ്ടായിരുന്നു. അല്ലെങ്കിൽ പാവല സലാമ ഉണ്ടായിരുന്നു. അമീറും ഹൈദർമാഷ് അഷ്റഫും ഒരുമിച്ച് നിന്നാൽ അത് തല്ലിടോ അല്ലെങ്കിൽ തോൽവി ഒരു ഭയമായിരുന്നു. എന്റെ പെണ്ണൊക്കെ ആരും തോൽക്കല്ലാതെ രക്ഷയില്ല. ഓരോട്ടും നല്ല കളിക്കാരാണ്. ഓരോട്ടിൽ ചൂടാകാത്ത ഏറ്റവും നല്ല ശമ്പള കളിക്കാരാണ്. ഭാഗമായിട്ടായിരുന്നു കളിച്ചിരുന്നത്. അത് തന്നെ മൂപ്പര് രക്തസമ്മർദ്ദം കുറക്കാനും രക്തഓട്ടം കൂട്ടാനും. പിന്നെ പ്രത്യേക അറിവാട്ടോ. അഥവാ തോൽക്കുകയാണെങ്കിൽ പറയുന്നത് ഞാൻ ചൂടായിട്ടാണ് ഇപ്പടുന്ന കോഴിക്ക് മുട്ടയ്ക്ക് ഒരു പ്രത്യേകത. നമ്മള് ഇത് തിന്നുന്ന വെച്ചാല് നിങ്ങൾ എട്ടെണ്ണം കുറച്ച് തന്നാലും ഞാൻ കുറച്ച് തരണോ. ശരീരത്തിന്റെ ഒരു ഇത് ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഈ കോഴിമുട്ടിയിലൂടെയാണോ? ചെറുതായി വന്നത് അതേ ചെറുപ്പങ്ങളൊന്നും സൂക്ഷിക്കുന്നു. അതിന്റെ പ്രത്യേകത നല്ല ഭക്ഷണം കഴിക്കാം. അപ്പൊ നിങ്ങള് രാത്രി അങ്ങനെ ഫുഡ് കഴിക്കുന്നു? രാത്രി ഫുഡ് കുറവാക്കണം. നമുക്ക് ആരോപണം പ്രതിപക്ഷമാണ്. അപ്പോൾ നമ്മളെ വളർച്ച അപ്പൊ തോറ്റ ടീം പൈസ കൊടുക്കട്ടെ. ഓനൊന്നും വിടൂല. കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നാട്ടിലെ ഒരു കളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലത്തെ കളി ഇവിടെ ഉണ്ടായിരുന്ന കക്കാടംപുറത്ത് മാത്രമാണ് ഷട്ടിലായിട്ടുള്ള കളികളുള്ളത്. പിന്നെ നമ്മളെ കുറ്റൂർ സ്കൂളിൽ യോഗ കാര്യങ്ങൾ, ക്രിക്കറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. എന്തായാലും ഇതുപോലത്തെ കളികൾ എല്ലാ നാട്ടിലും വരണം. അയൽപക്ക ബന്ധം, സൗഹൃദ ബന്ധം, പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ച് ഇരുന്ന് രാവിലെ ജോലിക്ക് പോണ് വരണേ, അതേപോലെ വൈകുന്നേരം ആവണ്, അങ്ങനെ ജീവിക്കുമ്പം നമ്മളെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണില്ല. നമ്മളെ ബോഡി പറ്റ വീക്കാവുകയാണ്. ബോഡിക്ക് ഒരു ഒരു എക്സസൈസ് കാര്യങ്ങൾ, ഒരു ആയാസം കൊടുക്കുക, ഒന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കളികളൊക്കെ നിങ്ങളെ നാട്ടിലൊക്കെ കൊണ്ടുവരും മക്കളെ. എന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് കൂടിയിരുന്ന് ഒന്ന് ഫ്രഷ് ആയി വയ്ക്കുകയാണെങ്കിൽ മൈൻഡ് ഫ്രീ ആവും. മൊത്തത്തിൽ പോസിറ്റീവായിരിക്കും ഉണ്ടാവുക. കാരണം നമുക്ക് നാട്ടിൽ നിന്നുള്ളൊരു പോസിറ്റീവ്. ഇതിങ്ങനെ കളി കഴിയുമ്പോൾ അടുത്ത ആ ടീമിന് നമ്മൾ മാറിക്കൊടുക്കുകയാണ്, അവരും കളിക്കുകയാണ്. അതായത് നമ്മൾ 4 പേര് മാത്രമല്ല ഇവിടെ കളിക്കലിട്ടോ. എന്നിട്ട് വരുന്ന ആർക്കും നമ്മൾ കളിക്കാൻ അവസരം കൊടുക്കലുണ്ട്. നാട്ടിലുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട്, പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ കാരണം തന്നെ ഇവിടെ സ്ഥിരമായിട്ട് കളി നടക്കുന്നതുകൊണ്ടാണ്. അതേപോലെ ഇനിയിപ്പം കുറേ ആൾക്കാർ പ്രവാസികളായിട്ട് പോയവരുണ്ട്. ഓല് വരുമ്പോൾ ഓലും ഉണ്ടാവും കളിക്ക്. അപ്പോഴേക്കും ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഗൾഫിൽ പോകും. ഇത് പോവുക വരിക, പക്ഷെ എന്നാലും ഇവിടെ കളി നിൽക്കലില്ല.
അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു കളിയാണ്. എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടേണ്ടത്, ദോഷം എവിടെയും കിട്ടണില്ല. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇടാനുള്ള കാരണം 40 വർഷം എന്ന് കേട്ടപ്പോൾ ഒരു അതിശയം കൊണ്ട് ഞാനിങ്ങനെ ഇട്ടുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളേ. ബായ്.